കാസ്റ്റൽനുവോ ഡി ആസ്തിയിലെ കർഷകരുടെ മകനായി 4 മക്കളിൽ മൂന്നാമനായി ഗ്യൂസെപ്പെ കഫാസോ ജനിച്ചു. കഫാസോയ്ക്ക് വികലമായ നട്ടെല്ലുണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഉയരക്കുറവിനും ദുർബലമായ ശരീരഘടനയ്ക്കും കാരണമായി. കഫാസോയെ കുട്ടിക്കാലത്തറിയാവുന്ന ആർക്കും അദ്ദേഹം പാപം ചെയ്തതായി ഓർമ്മിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹത്തെ ഒരു മാതൃകാ വ്യക്തിയായി കാണുമെന്നും പലപ്പോഴും പറയാറുണ്ട്. ബാല്യത്തിൽ കഫാസോ ഒരു പുരോഹിതനാകാൻ വിളിക്കപ്പെട്ടു. അതിനാൽ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ടൂറിനിലും ചിയേരിയിലും സഭാപഠനം ആരംഭിച്ചു. ഈ കാലയളവിൽ അദ്ദേഹം മറ്റൊരു പട്ടണവാസിയായ ജിയോവന്നി ബോസ്കോയെ പരിചയപ്പെട്ടു. തെരുവിലലയുന്ന ആളുകളെ പരിചരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു. ബോസ്കോയ്ക്ക് 14 വയസ്സുള്ളപ്പോൾ ഇരുവരും ആദ്യമായി കണ്ടുമുട്ടി. പക്ഷേ താമസിയാതെ ഇരുവരും ആജീവനാന്ത സുഹൃത്തുക്കളായി. സെപ്റ്റംബർ 21 കഫാസോയ്ക്ക് അതിരൂപത കത്തീഡ്രലിൽ പൗരോഹിത്യം ലഭിച്ചു. പട്ടം സ്വീകരിച്ച 4 മാസത്തിനു ശേഷം അദ്ദേഹം ടൂറിൻ കോളേജിൽ കൂടുതൽ ദൈവശാസ്ത്ര പഠനങ്ങൾ നടത്തി. അദ്ദേഹം ടൂറിൻ സെമിനാരിയിൽ പ്രീഫെക്ടറും സന്മാർഗശാസ്ത്ര അധ്യാപകനുമായി ജോലി തുടങ്ങി. അവസാനം റെക്ടറുമായി. അദ്ദേഹം എപ്പോഴോ സെന്റ് ഫ്രാൻസിസിൻ്റെ 3-ാം ക്രമത്തിലെ അംഗമായി. ഒരു അധ്യാപകൻ എന്ന നിലയിൽ തൻ്റെ കടമകൾ അദ്ദേഹം ഒരിക്കലും അവഗണിച്ചില്ല. ദരിദ്ര സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം പൂർത്തിയാക്കാൻ ആവശ്യമായ പുസ്തകങ്ങളും മറ്റു വസ്തുക്കളും നൽകി. 1836 മുതൽ കഫാസോ ധാർമ്മിക ദൈവശാസ്ത്ര വിഷയങ്ങളിൽ പ്രശസ്തനായൊരു പ്രഭാഷകനായി മാറി. കഴിയുന്നത്ര മിതവ്യയമുള്ളവരാകുക എന്ന ലക്ഷ്യത്തോടെയുള്ള മരണാനന്തര കർമ്മങ്ങൾക്ക് പുരോഹിതൻ പേരുകേട്ടവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ജോലി എപ്പോഴെങ്കിലും അദ്ദേഹത്തെ ക്ഷീണിപ്പിച്ചോ എന്ന് ഒരിക്കൽ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ വിശ്രമം സ്വർഗത്തിലായിരിക്കും. എല്ലാ ദിവസവും പുലർച്ചെ 4:30 അദ്ദേഹം കുർബാന അർപ്പിക്കും. കുമ്പസാരക്കൂട്ടിലും ചാപ്പലിലും ദീർഘനേരം ചെലവഴിക്കുന്നതിന് അദ്ദേഹം പ്രശസ്തനായിരുന്നു. ലോകത്തിൻ്റെ മുഴുവൻ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സഭയെ സഹായിക്കുന്ന പുതിയ മതസ്ഥാപനങ്ങളോ സഭകളോ സ്ഥാപിക്കാൻ പോകുന്ന ആളുകളെ നയിച്ച ഒരു പ്രശസ്ത കുമ്പസാരക്കാരനും ആത്മീയ ഡയറക്ടറുമായിരുന്നു അദ്ദേഹം. പ്രാദേശിക ജയിലുകളിലെ വിപുലമായ പ്രവർത്തനത്തിനും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ ആശ്വാസകനായി അദ്ദേഹം വളരെയധികം സേവനമനുഷ്ഠിച്ചു. അതിനാൽ അദ്ദേഹത്തെ കഴുമരത്തിൻ്റെ പുരോഹിതൻ എന്ന് വിളിച്ചിരുന്നു. ഈ ചെറുതും ദുർബലവുമായ പുരോഹിതൻ ഒരു വലിയ തടവുകാരൻ്റെ താടി പിടിച്ച് ആ മനുഷ്യൻ കുറ്റസമ്മതം നടത്തുന്നതുവരെ താൻ വിടില്ലെന്ന് പറഞ്ഞ ഒരു സന്ദർഭം പോലും ഉണ്ടായിരുന്നു. തടവുകാരൻ കരഞ്ഞുകൊണ്ട് കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തുപോയി. തൂക്കുമരത്തിലേക്ക് വിധിക്കപ്പെട്ട 60 മതപരിവർത്തനം ചെയ്ത തടവുകാരെ അദ്ദേഹം അകമ്പടി സേവിച്ച മറ്റൊരു സന്ദർഭവുമുണ്ട്. അവരിൽ മിക്കവരെയും കുമ്പസാരത്തിനും പാപമോചനത്തിനും ശേഷം നേരിട്ട് തൂക്കിലേറ്റി. അതിനാൽ കഫാസോ അവരെ തൂക്കിലേറ്റപ്പെട്ട വിശുദ്ധന്മാർ എന്ന് വിളിച്ചു. വിശുദ്ധ ജോസഫ് കൊട്ടലങ്കോയുടെ ദൈവപരിപാലനാ ഭവനവും ഫാദർ കഫാസോയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വിഷയമായി. ദരിദ്രരെയും അനാഥരെയുമാണല്ലോ ഫാദർ കൊട്ടലങ്കോ സംരക്ഷിച്ചിരുന്നത്. 1860 ജൂൺ 23 അദ്ദേഹം മരിച്ചു. കഫാസോ ന്യൂമോണിയ ബാധിച്ചും വയറ്റിലെ രക്തസ്രാവം മൂലവും ജന്മനാ ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമുള്ള സങ്കീർണതകൾ മൂലവും മരിച്ചു. മരണം വരെ അദ്ദേഹം നയിച്ചിരുന്ന കോളേജ് 1870 സാന്റുവാരിയോ ഡെല്ല കൺസോളാറ്റയിലേക്ക് മാറ്റി. ഇത് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ അവിടെ വീണ്ടും സംസ്കരിക്കാൻ പ്രേരിപ്പിച്ചു. 1947 വിശുദ്ധ കഫാസോയുടെ നാമകരണ ചടങ്ങിൽ 12-ാം പിയൂസ് പാപ്പ ചെയ്ത പ്രഭാഷണത്തിൽ എല്ലാ വൈദികരോടും അദ്ദേഹത്തിൻ്റെ അക്ഷീണ പരിശ്രമശീലവും ക്ഷമയും കാരുണ്യവും സർവോപരി പ്രാർത്ഥനാ തൃഷ്ണയും കണ്ടുപഠിക്കാൻ തിരുമേനി ഊന്നിപ്പറഞ്ഞു. മാർപ്പാപ്പ ഇങ്ങനെ തുടർന്നു: വൈദികരുടെ ശിക്ഷണവും വിശുദ്ധീകരണവുമെന്ന അതിപ്രധാനവും ഫലസന്ദായകവുമായ ജോലിക്ക് ദൈവപരിപാലനയാൽ നിയോഗിച്ചവനാണ് വിശുദ്ധ ജോസഫ് കഫാസോ. മാർപ്പാപ്പയുടെ പ്രഭാഷണത്തിൻ്റെ അന്ത്യത്തിൽ തിരുമേനി പറഞ്ഞു: വൈദികരിൽ വിശ്വാസമുള്ളൊരു ജനതയും ആ വിശ്വാസത്തിന് യോഗ്യരായ വൈദികരും വിശുദ്ധ ജോസഫ് കഫാസോ തൻ്റെ രാജ്യത്തിനും തിരുസഭയ്ക്കും നൽകാൻ ദൈവത്തിൻ്റെ മുമ്പാകെ മാധ്യസ്ഥം വഹിക്കട്ടെ.